ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. പക്ഷേ ബർത്ത്ഡേ വ്ളോഗ് എന്ന് വെച്ചിട്ട് വ്ളോഗ് എടുക്കണമെന്നോ അതുപോലെ തന്നെ ഒന്നും ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ എന്താ പറയുക, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിച്ച് തുടങ്ങിയ ഒരാളാണ് കേട്ടോ ഞാനിപ്പോൾ. ആദ്യമൊക്കെ ഭയങ്കര ഭയങ്കര വലിയ കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് തന്നെ അല്ല കേട്ടോ. കാരണം ഉണ്ട്, കാരണം അങ്ങനെ ആയിരുന്നോണ്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആദ്യത്തെ അത്ര ഒന്നുമില്ല. ഇപ്പം അങ്ങനത്തെ ഒരു മൈൻഡേ ഇല്ല. ബർത്ത്ഡേ ആണ്, ഇന്ന് എനിക്കൊരു വയസ്സും കൂടി കൂടി, ഇന്ന് എനിക്ക് 25 വയസ്സായി. മറ്റേത് വയസ്സ് കൂടുതൽ പറയാനായിരുന്നു ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ വയസ്സ് കൂടിയപ്പോൾ വയസ്സ് കുറച്ച് പറയാനായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എല്ലാവരും പൊതുവെ പറയണ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് 25 വയസ്സായിട്ടോ. അത് പറയണമെന്ന് എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതൊന്നും വലിയ വയസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്ന് എന്നോട്, ഞാൻ ഗുരുവായൂരാണുള്ളത്, ഞാൻ വീട്ടിലില്ല, ഉമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിന്നൊരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ വേഗം വായു, നമുക്ക് തൃശ്ശൂർ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. ആദ്യം എന്നോട് പറഞ്ഞു മുത്തമ്മായിലോട്ട് വരാൻ. മുത്തമ്മായിൽ വന്നിട്ട് പിന്നെ അവൾ നേരെ ബസ് കയറി വാടാനപ്പള്ളിയിൽ കൊണ്ടുപോയി, പിന്നെ തൃശ്ശൂർ കൊണ്ടുപോയിട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ബർത്ത്ഡേ ആണ്, എന്തോ ഒരു സർപ്രൈസൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിട്ടോ. അവൾ പറയുകയും ചെയ്ത്, ബർത്ത്ഡേ അല്ലേ, നീ ഇന്ന് എൻ്റെ കൂടെ വാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് റൂഹി മന്തി. ഇവിടുത്തെ മന്തി അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് മന്തിയാണ് ഇവിടുത്തത്. ഇവിടെ ഒരുപാട് വെറൈറ്റി മന്തികളുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തത് ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴി പോകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇടയ്ക്ക് കഴിക്കാൻ തോന്നി കഴിഞ്ഞാലും വരുന്നൊരു സ്പോട്ടാണ് റൂഹി മന്തി. നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ അതുള്ളത്. മദർ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ. ഇവിടെ ബീഫ് മന്തി ഉണ്ട്, ചിക്കൻ മന്തി ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ ഫിഷ് മന്തി ഉണ്ട്, മസ്താനി മന്തി ഇവിടുത്തത് ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഫേവറേറ്റ് ആയ ഒന്നാണ്. അപ്പോഴത്തെ ഇവിടുത്തെ ബീഫ് മന്തി പറയാനില്ല കേട്ടോ. ഞാൻ ഒന്നിനൊന്നിങ്ങനെ മെച്ചം പറയണം, കാരണം എല്ലാം അടിപൊളി തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റായി വേറൊരു മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഇഷ്ടത്തിന് വിട്ടാൻ പറ്റുള്ളത്, എനിക്ക് ഇഷ്ടമുള്ളത് നീ ഓർഡർ ചെയ്തോ എന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മന്തി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മന്തിക്ക് വേണമെങ്കിൽ അത്യാവശ്യം ടൈം കാത്തിരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം അവിടെ വന്നവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോയിട്ടോ. എന്നിട്ട് ഇവൾ പറയുന്നുണ്ട്, ഇതെന്താണ്ടി വരാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ടൈം എടുക്കും, വെയിറ്റ്, നല്ലത് വരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് ടേസ്റ്റുള്ള സാധനങ്ങൾ വരാനും ജീവിതത്തിലായാലും എന്തിലായാലും കുറച്ച് നല്ലതൊക്കെ വരാൻ കുറച്ച് ടൈം എടുത്തിട്ടേ നല്ലതൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. അങ്ങനെ ഞാനിത് നല്ല അടിപൊളി പെരി അൽഫാം ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം അവളവിടെ ഫുഡ് എടുക്കുമ്പോഴത്തേനും ഞാനും ഇവിടെ ലെഗ് പീസ് ജസ്റ്റ് പീസ് ഏതാണെന്ന് കേട്ടോ നോക്കിയത്. കാരണം എനിക്ക് ലെഗ് പീസ് തീരെ ഇഷ്ടമല്ല. ഞാൻ ജസ്റ്റ് പീസാണ് കഴിക്കാറ്. ഈ പറഞ്ഞ നിച്ചുവിനും ലെഗ് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇന്ന് എൻ്റെ ദിവസമാണെന്നാണ് അവൾ പറഞ്ഞത്. അതുകൊണ്ട് നീ ഇതെടുത്തോ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റിയ ജസ്റ്റ് പീസ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മയോണൈസ് ഉണ്ടല്ലോ, നമ്മൾ നോർമൽ മയോണൈസ് അല്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ. വേറെ എന്തോ ഒരു മസാല, എന്തോ ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ മയോണൈസ്. ഇവിടുത്തെ മയോണൈസും അതുപോലെ തന്നെ സാലഡും മയോണൈസും കൂടി കഴിച്ചൊക്കെ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ മയോണൈസ് വന്നപ്പോൾ തന്നെ അതിങ്ങനെ വെച്ചിട്ട് സാലഡ് കൂട്ടി കഴിച്ചത്. എന്താണെന്നല്ലോ ഇവിടുത്തെ മയോണൈസും വേറൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് മട്ടില്ല, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നെച്ച് എന്നെ ഇങ്ങോട്ടേക്ക് തന്നെ കൊടുന്നത് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവളിനി ഇങ്ങോട്ട് കൊടുന്നു. എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഇങ്ങോട്ട് വരണുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അവൾക്ക് എന്തോ മേടിക്കണം എന്ന് അവൾ പറഞ്ഞിരുന്നു. 2-3 ദിവസം അവൾ തൃശ്ശൂർ പോകണം എന്ന് വിചാരിക്കും കേട്ടോ. പിന്നെ ഇവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ മന്തി എങ്ങനെയെന്നുള്ളത് അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മന്തിയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ ശക്തൻ സ്റ്റാൻഡിലോട്ട് ബസ് കയറിട്ടോ. അവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ എന്താ പറയുക, എനിക്ക് ബർത്ത്ഡേക്ക് വേറൊരു പ്രതീക്ഷിക്കാണ്ട് എനിക്ക് വേറൊരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഗുരുവായൂർ ഉമ്മയുടെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാണ്ട് പോയ കാരണം തന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കത് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നമ്മളെ തൃശ്ശൂരുള്ള മുനിസിപ്പൽ സ്റ്റാൻഡ് എന്ന് പറയും കേട്ടോ. അവിടേക്കാണ് വന്നിട്ടില്ല, ഞാൻ അങ്ങോട്ട് വരാറാണ്. കാരണം ഞാനിവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ ഭയങ്കര റേറ്റ് കുറയും. 200 രൂപ ഒക്കെ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന ഷൂസിനൊക്കെ 250 ഉള്ളൂ. അതുപോലെ ഈ കാണുന്ന ചെരുപ്പിനൊക്കെ, ഈ കാണുന്ന ചപ്പലിനൊക്കെ വെറും 200 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്നോട് കുറേ പറഞ്ഞു, നിനക്ക് ചെരുപ്പ് ഇല്ലാത്തല്ലേ, ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നീ എടുത്തോന്ന് എന്നോട് കുറേ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടടി, നീയല്ലേ ഇപ്പോൾ മന്തിയും ഇതൊക്കെ കഴിച്ചത്, എനിക്കിനി വേണ്ട, നീ നിനക്കുള്ള ചെരുപ്പ് എടുത്തോന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ അങ്ങനെ അവൾക്ക് ചെരുപ്പിനോട് കുറേ പറഞ്ഞു നിനക്ക് എടുത്തോ എന്നിട്ട് അവളൊരു ഗ്രീൻ ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അവൾക്ക് എന്നിട്ട് കുറേ കാണിച്ചു തന്നു കേട്ടോ. അവൻ എനിക്ക് വേണ്ട നിനക്കുള്ളത് എടുത്തില്ലേന്ന് പറഞ്ഞ്. പിന്നെ നല്ല വെയിലാണ്. അപ്പോൾ പിന്നെ നീ ചോദിച്ചു ഉപ്പ് സോഡ കുടിക്കുക എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉപ്പ് സോഡ ഞാൻ കുടിക്കില്ലേക്ക് വേണ്ട, എനിക്ക് ലൈമ് മതി എന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലൈമും കുടിച്ച്. അവൾക്ക് ഉപ്പ് സോഡ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം തന്നെ. അവൾ നല്ലോണം ഉപ്പ് സോഡ കുടിക്കും കേട്ടോ, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ നല്ല ലൈമും കുടിച്ചു, അവൾ ഉപ്പ് സോഡയും കുടിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറി തൃശ്ശൂർ വന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വാടാനപ്പള്ളിയിൽ, പിന്നെ അവിടെ നിന്ന് അവളെ വീട്ടിലേക്ക് അങ്ങോട്ടേക്കാണ് പോയത്. കൊടുങ്ങല്ലൂർ ബസ്സിൽ നേരെ അവൾ അങ്ങോട്ടേക്ക് പോയി. ഞാൻ വാടാനപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ചേറ്റുവ റൂട്ടിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ചേറ്റുവ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബ്ലോക്ക് എപ്പോഴും നല്ല ബ്ലോക്കാവും. ഇത് ഞാൻ എപ്പോൾ കയറിയതാണെന്നറിയോ? പക്ഷേ എത്ര മണിക്കാണ് ഞാൻ ഗുരുവായൂർ എത്തിയെന്നറിയോ? കാരണം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക്. പിന്നെ അവിടെ ഇവിടെയൊക്കെ വാടാനപ്പള്ളി പൂരം ഉണ്ടായിരുന്നു, പിന്നെ മുത്തമ്മാവിൽ, അതുപോലെ തന്നെ ചേറ്റുവയിൽ എന്തോ കാരണം എന്നറിയില്ല വെറുതെങ്കിലും നിറയെ ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഉമ്മയുടെ കോളൊക്കെ നല്ലോണം വന്നു തുടങ്ങിയിട്ട് കേട്ടോ. കാരണം ഉമ്മ രാവിലെ ഞാൻ പോന്നിട്ടില്ലാണ്, ഒരു 8:30 ആവണ നേരത്തൊക്കെ ഞാൻ പോന്നിട്ടുള്ളതാണ്. കാരണം വേറൊരു സ്ഥലത്തേക്കാണ് ഞാൻ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മ കാണാണ്ടായപ്പോൾ, കാരണം ഇപ്പോൾ സമയം 4:30 ഒക്കെ ആയിട്ടോ. അപ്പോഴാണ് അറിയുന്നത് ഗൈസ് മുത്തമ്മയിൽ പൂരം ഉണ്ടെന്നുള്ളത്. കാരണം ഞാൻ മുത്തമ്മയിൽ നിന്ന് ഇന്നലെ ഞാൻ ഒരു ദിവസം മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ നല്ല ആനയും കൊട്ടൊക്കെ ആയിട്ടുണ്ട് പൂരം പോകുന്നുണ്ടായിരുന്നു. എന്തോ സംഭവം എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ, നമ്മുടെ ചാവക്കാട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്നും സ്ഥിരമായിട്ടുള്ള ബ്ലോക്കുള്ള ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഇവിടെയും നല്ല തിരക്ക്. പിന്നെ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ വ്ളോഗിലിടാൻ വേണ്ടി എടുത്തതല്ല. കാരണം ഇതപ്പൊക്കെ ഞാൻ ഭാബിക്ക് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താണ് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കും. നല്ല ബ്ലോക്കാണെന്ന് പറഞ്ഞിട്ട് ഉള്ളത് അപ്പൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാനെല്ലാം അയച്ചു കൊടുത്തതാണ് കേട്ടോ. ബ്ലോക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്. കാരണം അതിൽ ബ്ലോക്ക്, കാരണം കണ്ടക്ടറൊക്കെ ഇതിന് ഇറങ്ങി ഓടിയിട്ടാണ്. പിന്നെ വാടാനപ്പള്ളിയിൽ നിന്നൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഞാൻ ചാടി കയറിയതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, സ്ലോ ആക്കിയിട്ടോ. കാരണം നല്ല ബ്ലോക്ക് നിർത്തുക അങ്ങനെ ആയിട്ട് ഞാൻ കയറാൻ നിൽക്കുമ്പോഴും വണ്ടി സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണ്ടും ഞാൻ കയറാൻ നിൽക്കുമ്പോൾ നിർത്തിയോടത്തുനിന്ന് വീണ്ടും അങ്ങനെ പോയി. അപ്പോൾ എല്ലാവരും നോക്കി ശരിക്കും. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ബസ് ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ മെല്ലെ സ്ലോ ആക്കിയപ്പോൾ ഞാൻ വെറുതെ കാലെടുത്ത് വെച്ച് വീണൊന്നുമില്ല. കണ്ടക്ടർ അവിടെ അടുത്തുള്ള കാരണം വീണൊന്നുമില്ല, ആൾ പിടിച്ചിട്ട് തന്നെ. അപ്പോൾ പിന്നെ അവിടെ നിന്നും വാടാനപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ തിരക്കും ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ബസ്സുകാരുടെ അവസ്ഥ ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നത് കേട്ടോ. കാരണം ഡ്രൈവറിനായാലും എന്ത് വെയിലായാലും എന്താ പറയുക, വെയിലടിച്ചിട്ടും ബ്ലോക്കും തിരക്കും ഓരോരുത്തരുടെ ചീത്തയും ഒക്കെ കൂടി കേൾക്കുമ്പോൾ കണ്ടക്ടർ ഓട്ടം പാഴ്ചലും തിരക്ക്, അവരെ ടൈം കഴിഞ്ഞിട്ട് പിന്നെ അവർ വേറെ ആരും കയറ്റാൻ പറ്റാണ്ട് അവർ എന്ത് സ്പീഡിലാണ് പിന്നെ ഒരു ബ്ലോക്ക് കണ്ട് കഴിഞ്ഞാൽ അവർ പോകണമെന്നറിയാം. അപ്പോഴാണ് ഈ ബസ്സുകാരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവുക. ഈ ബസ് ഓടിക്കുന്നവരായാലും കണ്ടക്ടർമാരായ അവസ്ഥ എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ വിചാരിക്കും വെറുതെ ഇരുന്നിട്ട് ഓടിച്ചാൽ മതി, കണ്ടക്ടർമാർക്ക് വെറുതെ പൈസ അടിച്ചാൽ മതിയില്ലെന്ന്. ഇങ്ങനത്തെ അവസ്ഥ ഒക്കെ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. പിന്നെ ഇവിടെ നിന്നാണ് കഴിഞ്ഞാൽ പടച്ചവൻ്റെ സ്തുതി കൊണ്ട് എന്താ പറയുക, പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ്, ഇവിടെ നിന്നാണ് ഭയങ്കര ബ്ലോക്ക്. ഇനി ഞാൻ നേരെ ഗുരുവായൂർ ഇറങ്ങിയിട്ട് പിന്നെ നേരെ ഓട്ടോ വിളിച്ചിട്ടോ. പിന്നെ മറ്റേതിനെ ഷെനാബി അല്ലെങ്കിൽ അനുക്കാരെ വിളിക്കാൻ വരികയാണ് ചെയ്യാറ് കേട്ടോ. ഇനി ഞാൻ ആരെയും വിളിച്ചില്ല. അപ്പം ഞാൻ എന്തായാലും ഓട്ടോ വിളിച്ച് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. എന്നിട്ട് ഇതാണ് എനിക്ക് എൻ്റെ കുഞ്ഞുമ്മ എനിക്ക് മേടിച്ചെന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. ഈ ഒരു ചുരിദാറാണ് എനിക്ക് എടുത്തു തന്നത്. ഇത് മെറ്റീരിയലായിരുന്നു, അതൊക്കെ അടിച്ച് സെറ്റാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എൻ്റെ ഫേവറേറ്റ് കളറാണ് നേവി ബ്ലൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ കല്യാണം കഴിഞ്ഞ ടൈമിലായാലും എപ്പോഴായാലും എല്ലാവരും പറയുന്നത് എനിക്ക് ഈ കളർ തന്നെ ഉള്ളൂ എന്ന് ചോദിക്കും. കാരണം ഞാൻ എപ്പോൾ എടുക്കാൻ പോയാലും ഈ ഒരു കളറാണ് ഞാൻ സെലക്ട് ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നേവി ബ്ലൂ എന്ന് പറഞ്ഞ കളർ. അതുപോലെ തന്നെ ഒരു തരം പീച്ച് കളറുണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇഷ്ടമായിരുന്നിട്ട് എൻ്റെ കുഞ്ഞുമ്മ എടുത്താൽ നല്ല അടിപൊളി ചുരിദാർ, അതുപോലത്തെ ഈ ഒരു ബാഗ് എനിക്ക് വേറെ സർപ്രൈസായിട്ട് വേറെ ആൾ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ നിച്ചു എനിക്ക് മേടിച്ചു തന്ന വേറൊരു ഗിഫ്റ്റാണ്. ഈ ഒരു ടോപ്പ് എനിക്ക് അവൾ മേടിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാത്തൂന് എനിക്ക് നല്ലൊരു ടോപ്പ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇന്ന് ഇത്രയുള്ള വീഡിയോ കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ബർത്ത്ഡേ ആയിപ്പോയി. ഞാൻ നല്ല ഹാപ്പിയായി. വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ ബൈ.